വി.ഡി. സതീശൻ കളിക്കുന്നത് അപകടകരമായുള്ളൊരു കളി തന്നെയാണ്. കാരണം അയാളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആവുക എന്നത് മാത്രമാണ്. അപ്പം തൻ്റെ വോട്ടർമാർ, പറവൂരിൽ ഉൾപ്പെടെയുള്ള തൻ്റെ മതേതര വോട്ടർമാർ, സോക്കോൾഡ് മതേതര വോട്ടർമാർ തനിക്കൊപ്പം നിൽക്കും, അവർ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നുള്ള ഉറപ്പായുള്ള കാര്യമാണ് അദ്ദേഹത്തിന്. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരു വലിയ വിഭാഗത്തെ ഇപ്പോൾ നമുക്കറിയാം, മുസ്ലിം ലീഗ് പോലും പൂർണ്ണമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗിനെ എതിർക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ സമസ്ത തന്നെ അവരുടെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം മൗദൂദിയുടെ ആശയങ്ങൾ അപകടകരമാണ്, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത്. കാന്തപുരം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർ മത മൗലികവാദികളാണ്, ഇവർ മതരാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്നവരാണ്. അപ്പം ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം സംഘടനകൾ പോലും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് വിവിധ മുസ്ലിം സംഘടനകൾ, അല്ലാതെ മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിയായുള്ള മുസ്ലിം ലീഗല്ല. അപ്പം മുസ്ലിം ലീഗും ഈ പറയുന്ന സതീശനും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കുന്നത് ഒരു വലിയ ലക്ഷ്യം വെച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ മതേതരത്വം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്: ഹിന്ദുത്വത്തെ വിമർശിക്കുക, ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുക, കുംഭമേളയെ വിമർശിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. കുംഭമേള വലിയ പ്രശ്നമാണ്. കേരളത്തിൽ ഹിന്ദുക്കൾ ഒരിക്കലും സംഘടിക്കാൻ പാടില്ല. അതിപ്പോൾ NSS SNDP സംഘടിച്ചാലും ഇതേ രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ സ്വീകരിക്കുക. പക്ഷേ ഇത്തരം സംഘടനകൾക്ക് യാതൊരു പ്രശ്നമില്ല. അവർക്ക് വിസിബിലിറ്റി കിട്ടുന്നു, അവർക്ക് പൊതുവേദിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് 4 വോട്ടിന് വേണ്ടി, സതീശൻ്റെ ഡയലോഗ് തന്നെ നമുക്ക് പറയാം, 4 വോട്ടിന് വേണ്ടിയിട്ട് ശരിക്കും ഇത്തരം മതമൗലികവാദ സംഘടനകളെ പ്രീണിപ്പിച്ച് കേരളത്തിൻ്റെ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ UDFും വി.ഡി. സതീശനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.